പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, യേശുനാഥൻ ഒരു വിശ്വാസമാകുന്നതിനെ സുഖപ്പെടുത്തുന്നത് അറിയുമ്പോൾ അവിടെ കൂടെ നിൽക്കുന്ന മനുഷ്യർക്ക് വളരെയധികം അത്ഭുതമാണ് ഉണ്ടാവുക. അവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് അവരുടെ അത്ഭുതത്തിന് കാരണമായി തീരുന്നത്. ക്രിസ്തുവിന് ഒരു മാറ്റവുമില്ല. അവിടെ നിന്നും നമ്മുടെ ഇടയിലുണ്ട്, നമ്മോടൊപ്പമായിരുന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും നമ്മെ ധന്യമാക്കുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ എത്തിച്ചു കൊടുക്കാൻ കഴിയും. നമ്മുടെ ജീവിതത്തിന് തിന്മയായി നിലനിൽക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തോട് ചേർന്ന്, നമ്മുടെ ആത്മാവിനോട് ചേർന്ന് തിന്മയായി ക്രിസ്തുവിന് ചേരാത്തതായുള്ളതൊക്കെ എടുത്തു മാറ്റപ്പെടേണ്ടതാണ്. അത് മാറ്റപ്പെടുമ്പോഴാണ് നാം സ്വതന്ത്രരായി മാറുക. മൂകനായൊരുവൻ പിശാചുബാധയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിയുമ്പോൾ അവൻ സ്വതന്ത്രനാകുന്നുണ്ട്, അവന്റെ നാവ് സ്വതന്ത്രമാകുന്നുണ്ട്. നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുവാനും ഈ സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്. ഈ ബലിയർപ്പിക്കുമ്പോൾ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ തടസ്സമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപകൾ സ്വീകരിക്കുന്നതിനും സ്വീകരിക്കപ്പെട്ട കൃപകൾക്കനുസരിച്ച് ജീവിക്കുന്നതിനും ദൈവത്തെ പ്രഘോഷിക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലിക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്റെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എന്റെ വലിയ പിഴ ആകയാൽ എല്ലാ വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് പടുത്തുയർത്തിയവരെ അങ്ങേ സംരക്ഷണത്തിൽ നിന്ന് ഒരിക്കലും തള്ളിക്കളയുന്നില്ലല്ലോ. അങ്ങേ നാമത്തോടെ എപ്പോഴും ഞങ്ങൾ ഭക്തിയാദരങ്ങളും സ്നേഹമുള്ളവരുമാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. അക്കാലത്ത് യാക്കോബ് തന്റെ 2 ഭാര്യമാരെയും 2 പരിചാരികമാരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാക്കോബ് എന്ന കടവ് കടന്നു. അവിടെ അവൻ പുഴക്കരയെ കടത്തിവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം കരയിൽ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവരുമായി മൽപ്പിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പിടുത്തത്തിനിടയിൽ യാക്കോബിലേക്കുള്ള അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ ഈ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മനസ്സിലേച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എന്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവർ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെരുവേൽ എന്ന് പേരിട്ടു. അവൻ പെരുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉടുക്കുനിന്ന് അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിക്കൊണ്ട് തൊഴിൽ അലയും തമ്മിൽ ധരിപ്പിക്കുന്ന സ്നായവും ഇസ്രായേൽക്കാരിൽ നിന്നും ഭക്ഷിക്കാറില്ല. കർത്താവിന്റെ വേദന. ദൈവത്തിനു നന്ദി.
കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നല്ല ഇടയനാണ്, എനിക്കുള്ള വാക്കിനെയും അറിയുന്നു. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയുടെ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അക്കാലത്ത് പിശാചബാധിതനായ ഒരു ഊമനെ ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതത്തോട് പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. യേശു അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചും രാജ്യത്തിലെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് അനുകമ്പ തോന്നി. അവരിടയിലില്ലാത്ത ആളുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോട് ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ സുവിശേഷം. സുവിശേഷ വചനം നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. യേശുനാഥൻ റൂമനായ വ്യക്തിയെ സുഖപ്പെടുത്തുന്നതാണ് നാം സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് വായിച്ചു കേൾക്കുന്നത്. ഒരാൾക്ക് സൗഖ്യം നൽകുക, സംസാരിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു മനുഷ്യന് സംസാരിക്കാനുള്ള കഴിവ് കർത്താവ് കൊടുക്കുകയും അവന്റെ നാവ് സ്വതന്ത്രമാവുകയും ചെയ്യും. അവിടെ ഉണ്ടാകുന്ന പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏറ്റവും ശ്രദ്ധേയമായതാണ്. രണ്ട് തരം പ്രതികരണങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു കാര്യം കാണുന്ന സമയത്ത് അത്ഭുതത്തോടുകൂടെ കുറെ പേർ പറഞ്ഞു, ഇതുപോലൊന്നും ഇസ്രായേൽ സംഭവിച്ചിട്ടില്ല. ഇതുപോലെ മൂഢനായ ഒരു മനുഷ്യൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാതിരുന്ന ഒരു കൃപയിലേക്ക് മടങ്ങി വരുന്നൊരു അനുഭവം തങ്ങൾക്ക് ഇതുവരെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. എന്നാൽ മറ്റൊരു കൂടി പറഞ്ഞു, ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്
പിശാചിന്റെ തലവനെ കൊണ്ടാണ്. ഏതൊരു കാര്യത്തിനും രണ്ട് രീതിയിലോ അതിൽ കൂടുതലോ പ്രതികരണങ്ങളുണ്ടാവും. ഏതൊരു നന്മയെയും സ്വീകരിക്കാൻ പോകുന്ന മനുഷ്യരും ഉണ്ടാവും, തിരസ്കരിക്കാൻ എപ്പോഴും ഒരു ചെറിയ സമൂഹം ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന തിരസ്കരണങ്ങൾ, നന്മയുടെ വഴിയിൽ നടക്കുന്നതിന്റെ പേരിൽ നമുക്ക് ലഭിക്കുന്ന തിരസ്കരണങ്ങൾ നമ്മളെ പിന്നോട്ട് നടത്തുന്ന കാര്യമായി മാറരുത്. യേശുനാഥൻ പ്രവർത്തിച്ച അത്ഭുതം കണ്ടിട്ട് ഫരിസേയർക്ക് അത് അംഗീകരിക്കാൻ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു, പിശാചിന്റെ തലവനാണ് ഇവനെ തീരുമാനിക്കുന്നത്, പിശാചിന്റെ തലവനെ കൊണ്ടാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ സുവിശേഷത്തിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പിന്നെ പറയുന്ന കാര്യം. യേശുനാഥൻ ചുറ്റി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. യേശുനാഥൻ അവർ പറയുന്ന വാക്കിന്റെ പിന്നാലെ അല്ല പോയത്. പിശാചിന്റെ തലവനെ കൊണ്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരുടെ മുന്നിൽ അതൊക്കെ ന്യായീകരിച്ച് അങ്ങനെയല്ലെന്ന് പറഞ്ഞ് തർക്കിക്കാനൊന്നും കർത്താവ് ഇവിടെ നിൽക്കുന്നതുമില്ല. നന്മയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ബലവും ഉറപ്പും സാക്ഷ്യവും അവനിൽ കുടികൊള്ളുന്ന നന്മയാണ്. സുവിശേഷം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചുറ്റുവട്ടങ്ങളിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, മറിച്ച് അവൻ കൊണ്ടു നടക്കുന്ന വിശ്വാസവും അവൻ അറിയുന്ന വിശ്വാസവും അവന്റെ സുവിശേഷവും അവന് നൽകുന്ന ബലവും ഉറപ്പുമാണ് അവന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടു നടക്കുന്നതിന് കാരണമായി തീരേണ്ടത്. നമുക്ക് ഇപ്പോ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ആദ്യകാലം കരിസ്മാറ്റിക് നവീകരണവുമായിട്ട് നടന്ന മനുഷ്യർ അനുഭവിച്ച തിക്താനുഭവങ്ങൾ ചെറുതൊന്നുമല്ല. വലിയ രീതിയിൽ മനുഷ്യര് ഈ ഓരോ കാര്യങ്ങളെയും അന്ന് ഭാഷാപരമെന്ന് കേൾക്കുമ്പോൾ അന്നത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമായിരുന്നില്ല ഭാഷാപരമെന്ന്. അന്ന് ഭാഷാപരത്തിൽ സ്തുതിക്കുന്നത് കേട്ട് കഴിയുന്ന സമയത്ത് എന്തിന് വൈദികർ ഉൾപ്പെടെ എന്ന് പറയുമായിരുന്നു, ഇതൊന്നും അല്ല ഭാഷാപരം, ഇതൊന്ന് പ്രാർത്ഥനയില്ല, വേറെ ബാധ കൂടിയതാണെന്ന് വരെ പറഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 27 വർഷം മുമ്പ് ബ്രദറിന്റെ ധ്യാനം കൂടിയതാണ്. അന്ന് അഗ്നോസ് കോളേജില് അഗ്നോസിന്റെ ഗ്രൗണ്ടില് നിറച്ചാട് നിൽക്കുന്ന സമയത്ത് ആ ധ്യാനത്തിന് മുന്നിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. കാരണം അന്ന് ഞാൻ ബ്രദറായിരുന്നു, ബ്രദറിനെ സഹായിക്കാനായിട്ട് എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്, ഞങ്ങളായിരുന്നു മുന്നിലിരുന്ന ധ്യാനം കൂടിയ ഒരാളാണ്. അപ്പൊ അന്ന് അത്രയും നാള് മുൻപൊക്കെ ഈ പറയുന്ന ഒരു കാര്യം പറയുന്ന സമയത്ത് ഭാഷാപരത്തിൽ സംസാരിച്ചു, രോഗശാന്തി ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് മനുഷ്യർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്ന കാര്യമായിരുന്നില്ല. മനുഷ്യരന്ന് വിചാരിച്ചിരുന്നത് ഇത് എന്തോ പിശാചിന്റെ തട്ടിപ്പാണ്, ഇതെന്തോ പിശാചിന്റെ കളിപ്പീരാണെന്ന് അന്ന് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞവർ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഇല്ലാതായിട്ടില്ല. അങ്ങനെ ഇല്ലാതാകുകയില്ല. കർത്താവ് നേരിട്ട് ചെയ്തിട്ട് സംഭവിക്കാത്ത കാര്യം നമ്മൾ ചെയ്യുമ്പോൾ സംഭവിക്കണമെന്ന് വിചാരിച്ചാൽ അത് ഭയങ്കര അഹങ്കാരമായി പോകും. കർത്താവ് നേരിട്ട് ചെയ്തൊരു അത്ഭുതം കണ്ടിട്ട് ഇവൻ പിശാചിനെ കൊണ്ടാണ് ചെയ്യുന്നതെന്ന് മനുഷ്യർ പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നന്മയായിട്ട് എല്ലാവരും അംഗീകരിക്കണമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ കർത്താവിനേക്കാൾ വലിയ ആളായിരിക്കണം. അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മൾ കർത്താവിനേക്കാൾ വലിയവരൊന്നും അല്ലാത്തത് കൊണ്ട് ഈ തിക്താനുഭവത്തെ സ്വീകരിക്കാൻ കൂടി മനസ്സ് പാകപ്പെടണം. നന്മയുടെ വഴിയിൽ നടക്കാൻ തീരുമാനിക്കുന്ന ഏതൊരു മനുഷ്യന്റെ പിന്നാലെയും അവന് പരിഹാസവുമായി മനുഷ്യരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പരിഹാസങ്ങളല്ല നമ്മൾ തീരുമാനിക്കേണ്ടത്, ഈ പരിഹാസങ്ങൾക്ക് മുന്നിലേക്ക് നടക്കാനാണ് നമുക്ക് കഴിയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അപ്പോസ്തലന്മാരെ അയച്ചപ്പോ യേശുനാഥൻ കൃത്യമായിട്ട് പറഞ്ഞു, നിന്റെ പാദത്തിൽ ആരെങ്കിലും നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ പാദത്തില് പൊടി പോലും തട്ടിക്കളയണം. അതിന്റെ അർത്ഥം എന്താണ്? പൊടി പോലും തട്ടിക്കളയണം. അതിന്റെ അർത്ഥം എന്താണ്? സ്വീകരിക്കാതെ പോയ മനുഷ്യരും അവിടെ നിന്നും നമുക്ക് ലഭിച്ച നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളൊന്നും കൈമുതലായി കൊണ്ട് നടക്കരുത്. അതല്ല സുവിശേഷത്തിന്റെ ഭാഗ്യമെന്ന് പറയുന്നത്, അതല്ല സുവിശേഷം നമുക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതൊക്കെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കെതിരെ ആരൊക്കെ സംസാരിച്ചോ, നമുക്ക് എന്തൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായോ, ആരൊക്കെ പറഞ്ഞു ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് നിന്റെ വീട്ടിൽ എന്ത് മാറ്റം ഉണ്ടായി, നീ ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ, നിന്റെ മക്കൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടായോ, നിന്റെ കുടുംബത്തിൽ ഔന്നത്യം ഉണ്ടായോ എന്നൊക്കെ ചോദിക്കുന്ന മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ട്. അവിടെ ഈ പൊടി തട്ടിക്കളയുന്ന അനുഭവം മാത്രം കൊണ്ട് നടന്നാൽ മതി. അത് പൊടി തട്ടിക്കളഞ്ഞേക്കാം, അത് നമ്മളോട് കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമല്ല. നമുക്ക് ഒരു ഉറപ്പും ധൈര്യവും ഉണ്ടാവുക. ഞാൻ വിശ്വസിക്കുന്ന ദൈവം, ഞാൻ വിശ്വസിക്കുന്ന എന്റെ തമ്പുരാൻ എന്റെ ജീവിതത്തിൽ എന്നോട് കൂടെ നിൽക്കുന്നവനാണ് എന്ന് അവനിൽ ആശ്രയിക്കുന്നവരെ നിരാശനാക്കാൻ എന്റെ കർത്താവ്
തന്നെ വിശ്വസിക്കാൻ കഴിയണം. കർത്താവ് കൂടെ നിൽക്കും. കർത്താവ് കൂടെ നിൽക്കുന്നവരുടെ ജീവിതത്തിന് വിജയമുണ്ട്. കർത്താവ് കൂടെ നടക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിന് തിക്താനുഭവങ്ങളുണ്ട്. മോശ എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്രായേൽ ജനതയും കൊണ്ട് നടന്നപ്പോ അവൻ കൂടെ നടന്നിട്ട് ഒപ്പം നടന്ന മനുഷ്യരും നിരന്തരം പിറുപിറുത്തു. ഒരു സമയത്ത് പോലും അവർ സ്വസ്ഥമായിട്ട് കർത്താവ് ഈ മോശയുടെ കൂടെ നിന്നില്ല. നിരന്തരം പിറുപിറുത്തുകൊണ്ടേയിരുന്നു. അവര് ഈ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തിരി നേരത്തേക്കാണ് മോശയെ കാണാതെ പോയത്. മോശ കർത്താവിനോട് സംസാരിക്കാൻ പോയതാ. കർത്താവ് മോശയും കൂടി സംസാരിച്ചിരുന്ന സമയത്ത് ഒരല്പം നേരം സംസാരം നീണ്ടുപോയി. കാരണം കർത്താവിനോട് കൂടെ ഇരുന്നാൽ സമയം കൂടെ അറിയില്ല. അതുകൊണ്ട് മോശ മലയുടെ മുകളിൽ ഇരുന്നിട്ട് സമയം പോലും അറിഞ്ഞില്ല. അവിടെ ഇരുന്നു. ജനം ചെയ്തു. ജനം കാളക്കുട്ടി ഉണ്ടാക്കി. എന്തുകൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി? സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കി. എവിടെ കിട്ടി സ്വർണം? എല്ലാവരുടെയും കയ്യിലുണ്ട്. ഒരു കാളക്കുട്ടിക്കുള്ള സ്വർണം നമ്മുടെ കയ്യിലുണ്ട്. ഒരു കാളക്കുട്ടി ഉണ്ടാക്കാനുള്ള സ്വർണം എപ്പോഴും നമ്മുടെ കയ്യിൽ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട്. ചെറിയൊരു കിട്ടാനുഭവം മതി. ഒരല്പ നേരത്തേക്ക് കർത്താവിനെ കാണാതെ പോയാൽ, ഒരല്പ നേരത്തേക്ക് ദൈവാനുഗ്രഹം കാണാതെ പോയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണ്ണം ഒരുക്കി നമ്മൾ അടുത്ത ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ പ്രശ്നം. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ പോകുന്ന സ്വർണം കയ്യിൽ കരുതിക്കൊണ്ട് തന്നെയാണ് കർത്താവിനെ സ്തുതി പാടുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഒരു കാളക്കുട്ടിക്കുള്ള സ്വർണം അരയിൽ കരുതി വെച്ചിട്ടുണ്ട്. അതാ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം ഇതാ. ജീവിതത്തിന്റെ തിക്താനുഭവങ്ങളോ ജീവിതത്തിന്റെ പ്രതിസന്ധികളോ കർത്താവ് നമ്മിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നത് എന്നതിന്റെ അടയാളമല്ല. കർത്താവ് നമ്മെ കുറെ കൂടിയൊക്കെ ഉറപ്പിക്കുകയും ചെയ്യുകയാണെന്ന് ഒരു ബോധം ഹൃദയത്തിലൊന്ന് ആഴപ്പെടുത്താനായിട്ട് കഴിയണം. സുവിശേഷത്തിന്റെ അവസാന ഭാഗം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം അവിടുന്ന് പറയുന്നതാണ്. അതുകൊണ്ട് വിളഭൂമി വിശാലമാണ്. സുവിശേഷം എത്തിപ്പെടേണ്ട ഇടം വിശാലമാണ്. വിളഭൂമിയിലേക്ക് വേലക്കാരെ എത്തുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം വിളഭൂമിയിലെ വേലക്കാരായി എന്നെ തിരഞ്ഞെടുക്കണമെന്ന് ആദ്യം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വിളഭൂമിയിലെ വേലക്കാരനായി എന്നെ തിരഞ്ഞെടുക്കണമെന്ന് ആദ്യം പ്രാർത്ഥിക്കണം. മറ്റൊരാളെ വിളഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. മിഷണറിമാരെ സൃഷ്ടിക്കുകയല്ല നമുക്ക് വേണ്ടത്. മറിച്ച് നമുക്ക് വേണ്ടത് നമ്മെ കർത്താവിന്റെ വിളഭൂമിയിലെ യഥാർത്ഥ വേലക്കാരനാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അതിന് വിളഭൂമി അന്വേഷിച്ച് ലോകത്തിന്റെ അങ്ങേറ്റം വരെ പോകേണ്ട. നിന്റെ വിളഭൂമി ഏതാ? സുവിശേഷം പ്രസംഗിക്കേണ്ട വിളഭൂമി ഏതാ? നിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ട ആദ്യത്തെ നിന്റെ വീടാണ്. നിന്റെ ഭവനത്തിലാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത്. അവിടെ സുവിശേഷം പ്രഘോഷിക്കപ്പെടേണ്ടത് നീ പറയുന്ന ബൈബിൾ കൊട്ടേഷനൊക്കെ ചെന്ന് നാളെ തന്നെ വീട്ടിൽ ചെന്നിട്ട് 10-15 ബൈബിൾ വചനങ്ങളൊക്കെ പഠിച്ചിട്ട് മാറി നിന്ന് ഇങ്ങനെ ബൈബിൾ വചനം വിളിച്ചു പറയാനല്ല. നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തു ജീവിക്കുന്നുവെന്ന് നിന്നോടൊപ്പം നിൽക്കുന്നവർക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയുക. നിന്റെ ജീവിതം കൊണ്ട് ഈ ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനും സജീവമായി നമ്മോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പ് കൊടുക്കാനായിട്ട് കഴിയുക. അതാണ് സജീവ സാക്ഷ്യമായിട്ട് നിലനിൽക്കുന്നത്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ധ്യാനം കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും 1-2 പേരുടെ സാക്ഷ്യമൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കൊരു എനർജിയാണ്. അത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിങ്ങളുടെ എന്ത് സംഭവിക്കും? അപ്പൊ തൊട്ട് നമ്മുടെ തീ അണഞ്ഞു തുടങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചാരമാവും, കുറച്ച് കഴിയുമ്പോൾ തീർന്നു പോകും. പിന്നെ ഒന്ന് ഊതി തെളിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം? അടുത്തൊരു ധ്യാനം വേണം. അടുത്തൊരു ധ്യാനത്തിലാണ് ഊതി തെളിച്ചെടുക്കുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞത് ഇങ്ങനെ വർഷത്തിലൊരിക്കലും ഒന്ന് ഊതി തെളിച്ചെടുക്കാൻ വേണ്ടി തന്നേക്കണതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവാകും അഗ്നി വർഷത്തിലൊരിക്കലും ഊതി തെളിച്ചെടുക്കാനുള്ളതല്ല, നൽകപ്പെട്ട അഗ്നിയിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ളതാണ്. നൽകപ്പെട്ട അഗ്നിയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യം. അതുകൊണ്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് സാക്ഷ്യത്തിന്റെ ജീവിതം നയിക്കാനായിട്ട് കഴിയട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം നൽകാനായിട്ട് കഴിയട്ടെ. ആയിരിക്കുന്ന ഇടങ്ങളിൽ കൃപാവരങ്ങൾക്ക് സാക്ഷ്യം നൽകി ജീവിക്കാനായിട്ട് കഴിയട്ടെ. ഇന്ന് ലോകത്തില് മനുഷ്യർക്ക് അറിയില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയും ദാനങ്ങളും വരങ്ങളെയും പറ്റി മനുഷ്യർക്ക് കൃത്യമായ ബോധ്യങ്ങളില്ല. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപകളെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കൃത്യമായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കടപ്പാടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ ഇടവകയുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്. ഈ കൂട്ടായ്മകൾ ഉണ്ടാവുക. ഇവിടെ മാത്രമായിട്ട് ഒരുമിച്ച് കൂടുകയല്ല വേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശക്തി അനുസരിച്ച് കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മളായിരിക്കുന്നിടങ്ങളിൽ സുവിശേഷത്തിന്റെ മക്കളായി മാറുക. ഈ കൂട്ടായ്മകളിൽ സുവിശേഷത്തെ വളർത്തുവാനും സുവിശേഷത്തിന് സാക്ഷ്യം നൽകി ജീവിക്കുവാനും കഴിയുക. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നിരന്തരമായി പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂടാനും ഒക്കെ സാഹചര്യം നാം തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഈ കൃപയിൽ വളരാൻ കഴിയും, കൃപയിൽ നിലനിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ നാം പോലും അറിയാതെ തളർന്നു പോകും.
നാം പോലും അറിയാതെ അത് കെട്ട ചാരമായി രൂപാന്തരപ്പെടും. അതുകൊണ്ട് ഒരിക്കലും ചാരമായി ചാരം മൂടി തീ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നമ്മുടെ ഈ വിളഭൂമിയിലേക്ക് കർത്താവ് വിളിക്കാം. ഓരോരുത്തരും അവരവർ ലഭിച്ചിരിക്കുന്ന കൃപയനുസരിച്ച് ജീവിക്കാനായിട്ട് കടപ്പാടുണ്ട്. എന്റെ കയ്യിലേക്ക് അവിടെ ലഭിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയില്ല എങ്കിൽ കർത്താവാണ് പരാജയപ്പെടുന്നത്. എന്നെ കർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിയില്ല എങ്കിൽ അവിടെ പരാജയപ്പെടുന്നത് കർത്താവാണ്, അവിടെ നിർവഹിക്കുന്നത് കർത്താവാണ്. കാരണം നിന്നെ വിശ്വസിച്ചിട്ടാണ് നിന്റെ കയ്യിലേക്ക് കർത്താവ് ഈ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്. നിന്നെ വിശ്വസിച്ചിട്ടാണ് നിന്റെ കരങ്ങളിലേക്ക് കർത്താവ് സുവിശേഷം ഏൽപ്പിച്ചു തന്നത്. നിന്നെ വിശ്വസിച്ച് വരവേൽപ്പിച്ചത് നിനക്ക് നിറവേറ്റാൻ കഴിയാതെ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് കർത്താവിന്റെ വിടഭൂമി തന്നെയാണെന്നുള്ള ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയട്ടെ. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഈ അറിയുന്ന സുവിശേഷവും കൊണ്ട് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിയാൽ നമ്മളെ അറിയുന്നവരുടെ ഇടയിൽ നമ്മളിതൊക്കെ പറഞ്ഞാൽ അവരെങ്ങനെ സ്വീകരിക്കുമെന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ വിചാരിച്ചേക്ക് ബെൽസെബൂലുണ്ടെന്ന് പറയുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അവരെ അങ്ങ് അവഗണിച്ചു കളഞ്ഞേക്കുക. ബെൽസെബൂലാണെന്ന് പറയുന്നവരെ അങ്ങ് അവഗണിച്ചു കളഞ്ഞേക്കുക. പക്ഷേ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിവോടുകൂടി തന്നെ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുക. വിടഭൂമി ഇന്നും വിശാലമാണ്. കർത്താവിനെ അറിയാത്ത മനുഷ്യര്, കർത്താവിനെ അറിഞ്ഞിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവര്, കർത്താവിന്റെ കരുത്തെന്ന് തിരിച്ചറിയാത്ത മനുഷ്യര്, പരിശുദ്ധാത്മാവിന്റെ കൃപാദാനങ്ങളുടെ വലിപ്പം അറിയാത്തവര് ഇനിയും ഒത്തിരിയേറെ ഉണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെ നമുക്ക് കൂടുതൽ സാക്ഷ്യത്തിന്റെ ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കാം. കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ. ഇടവക സമൂഹത്തിൽ നമ്മൾ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുന്ന നല്ല മക്കളായി രൂപാന്തരപ്പെടാനിടയാകട്ടെ. വല്ലപ്പോഴും ഒരുമിച്ച് കൂടുന്ന കൂട്ടായ്മകളല്ല പ്രധാനപ്പെട്ടത്. അതിലേക്ക് നമ്മുടെയും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരെയും നയിക്കുന്ന സാക്ഷ്യത്തിന്റെ നമ്മുടെ ജീവിതമാണ് പ്രധാനപ്പെട്ടതെന്ന് ഓർക്കുക. കർത്താവിനെ ക്ഷണിക്കുന്നു. സാക്ഷ്യം നൽകി ജീവിക്കാൻ, അവിടുത്തെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകി ജീവിക്കാൻ കർത്താവിനെ ക്ഷണിക്കുന്നു. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ആദ്യത്തെ ദിവസം പോലെയല്ല, ഇത് രണ്ടാം ദിവസമാണ്. കുറെ കൂടി ബോധ്യങ്ങളും കൃപകളും ലഭിക്കുന്ന ഒരു ദിവസമാണ്. കുറെ കൂടി ആഴപ്പെട്ട ബോധ്യങ്ങളിലേക്ക് വരേണ്ട ദിവസമാണ്. ആ ബോധ്യത്തോടുകൂടി തന്നെ കർത്താവിന്റെ മുന്നിലായിരിക്കാം. നമ്മുടേതായ നിയോഗങ്ങളൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു നിമിഷം ഒന്ന് മൗനമായി പ്രാർത്ഥിക്കുക. എല്ലാ മനുഷ്യരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. രോഗാവസ്ഥകളുള്ളവരുണ്ട്, ശാരീരികമായും മാനസികമായും നൊമ്പരങ്ങളുള്ള മനുഷ്യരുണ്ട്. ഏറെ സ്വസ്ഥമായിട്ട് നടക്കുന്നുവെന്ന് കരുതുമ്പോഴും ഉള്ളിലിങ്ങനെ കണ്ണുനീര് പുറത്ത് കാണിക്കാതെ കൊണ്ട് നടക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാം ഒന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത്, എല്ലാ വേദനകളും നൊമ്പരങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ ബലിപീഠത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചു. കൃപാനിധിയായ ദൈവമേ, ഈ മക്കളുടെ പ്രാർത്ഥനകളെയും ജീവിത നിയോഗങ്ങളെയും അങ്ങ് കാരുണ്യപൂർവ്വം സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. ഇവരുടെ ജീവിതത്തെ അങ്ങയുടെ അനുഗ്രഹങ്ങളും വരദാനങ്ങളും കൊണ്ട് നിറയ്ക്കുകയും സമ്പന്നമാക്കുകയും ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. നന്മകളെല്ലാം ഞാൻ തിരുമുന്നിൽ
की मौत से करके സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും സംപ്രീതിയുടെയും സ്തുതിയുടെയും ഈ ബലി സ്വീകരിക്കണമേ. അതിന്റെ പ്രവർത്തനത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് പ്രീതികരമായ ഞങ്ങളുടെ മാനസങ്ങളുടെ സ്നേഹാർപ്പണം സമർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിനോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണത്. സർവേശ്വര, അങ്ങേക്ക് ഞങ്ങളുടെ സ്തുതികൾ ആവശ്യമില്ലെങ്കിലും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നത് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശിഷ്ടമായ ദാനം തന്നെയാണല്ലോ. ഞങ്ങളുടെ സ്തുതിരീതികൾ അങ്ങയുടെ അനന്ത മഹിമയെ വർദ്ധിപ്പിക്കുന്നില്ല എങ്കിലും ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അവൻ ഞങ്ങളുടെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്നുവല്ലോ. ആകയാൽ സ്വർഗീയ ശക്തികന്മാരോട് ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങളും ഒന്നു ചേർന്ന് ആലപിക്കുന്നു. മനസ്സും ശരീരവും പരിപൂർണമായും ബലിപീഠത്തിലേക്ക് മാത്രമായി സമർപ്പിക്കുകയും നമ്മുടെ എല്ലാ ചിന്തകളെയും എല്ലാ വ്യാപാരങ്ങളെയും മാറ്റിവെക്കുക. പരിപൂർണമായും കർത്താവിന്റെ മാത്രമാവുക. ഈ ബലിപീഠത്തിൽ അത്ഭുതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി മാറ്റണമേ എന്നത് പ്രാർത്ഥിക്കുന്നു. മനസ്സ് ഈ ബലിപീഠത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥനകളിൽ ശ്രദ്ധാപൂർവമായിരിക്കാൻ പരിശ്രമിക്കുകയും ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ വലിയ കൃപ കൊണ്ട് നാം നിറയുന്ന സമയമാണ്. നമ്മെ ഓരോരുത്തരെയും തൊട്ട് വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ ബലിപീഠത്തിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കാൻ പരിശ്രമിക്കുകയും സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകും. ആകയാൽ അങ്ങയുടെ ആത്മാവിനാൽ ഈ കാണിക്കകൾ പവിത്രമാക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ
തിരുശരീരവും തിരുരക്തവുമായി തീരുമാനാകട്ടെ. അവിടെ പറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചിട്ട് അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകും. അപ്രകാരം തന്നെ താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുക. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർത്തും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിന്, അങ്ങയെ പരിചരിക്കുന്നതിന് മാറ്റരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവയോടും എന്ന് വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയോർക്കണമേ. അങ്ങനെ ദാസനായ ലിയോ 14 പാപ്പയോടും ഞങ്ങളുടെ അധ്യക്ഷന്മാരോടും വൈദിക ഗണത്തോടും ആത്മാവിനോടും സമർപ്പിതരോടുമൊക്കെ സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണം. ഉയർന്ന പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങയുടെ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരുടെയും മേൽ തങ്ങണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ലോകാരംഭം മുതൽ അങ്ങേക്ക് പ്രിയങ്കരമാം വിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ഇവരെയും അർഹരാക്കി തീർക്കുകയും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ ദൈവക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറുന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ സഹായത്താൽ ശക്തി ആർജിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിരോധകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളൊന്നും അങ്ങ് ഓർക്കരുത്. അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുമുഴത്തിനൊത്തവണ്ണം തിരുസഭയ്ക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്കും സമാധാനവും ഐക്യവും കൽപ്പിച്ചരുളിയാലും എന്നൊന്നും ജീവിച്ചു വാഴുന്ന
ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുപോലെ നന്ദി. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീങ്ങുന്നത്. ദിവ്യനാടിന്റെ വിരുദ്ധനം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ശരീരവും തിരുരക്തവും നമ്മേവരെയും നിന്റെ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ എന്നും ഈശോ വരേണമേ ഉള്ളിൽ. വിശ്വസിക്കേണമാദ്യം വിശ്വസിക്കേണമാദ്യം ദൈവത്തിൽ സ്വീകരിച്ചിടും നന്നായൊരുങ്ങിടേണം. ദൈവത്തിനുള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം.
ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. വിശ്വാസമോടെ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. വിശ്വാസമോടെ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യവും സൗഖ്യവും നൽകിടുമേ. ആശ്വാസമേകിടും തമ്പുരാൻ സത്യമായി സൗഖ്യവും നൽകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിൽ ഉറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. ദൈവവാണി തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവവാണി തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നും ഈശോ വരേണമേ ഉള്ളിൽ. വിശ്വാസമോടെ ഈ ദിവ്യകൂദാശ സ്വീകരിച്ചെന്നാകിലോ. വിശ്വാസമോടെ ഈ
കർത്താവിനാൽ നിറഞ്ഞ സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഒരു കൊച്ചു സമ്മാനം പോലും നമ്മെ സന്തോഷിപ്പിക്കുമെങ്കിൽ സ്വർഗം തന്നെ നമുക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന സമയമാണിത്. സ്വർഗം നമുക്ക് സമ്മാനമായി ലഭിച്ച സമയമാണിത്. അതുകൊണ്ട് തന്നെ കർത്താവ് നമ്മോട് കാണിച്ച ഈ സ്നേഹത്തിന് ഇത്രയേറെ വലിയ സമ്മാനം, ഇത്രയേറെ വിലമതിക്കാൻ കഴിയാത്ത മഹത്വമേറിയ സമ്മാനം നമുക്ക് ഈ സമയം നൽകിയതിന് നമുക്കൊന്ന് മനസ്സ് തുറന്ന് കർത്താവിനൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ തിരുശരീരത്തിന്റെയും അമൂല്യമായ രക്തത്തിന്റെയും പോഷണത്താൽ നവീകൃതരായി അങ്ങേ കാരുണ്യത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിരന്തര ഭക്തിയാൽ അനുഷ്ഠിക്കുന്നത് സുനിശ്ചിതമായ രക്ഷയിലൂടെ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളുന്നേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ സ്വീകരിച്ച ക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ പ്രഘോഷിക്കുവാൻ പോലും നിങ്ങൾ കൊണ്ട് സമാപിച്ചു. അച്ഛനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി അച്ഛനെ പ്രാർത്ഥിക്കാം. ഇനി ചായ ഉപയോഗിച്ചാലോ? ചായയും കടി അപ്പൊ നമ്മൾ ഉടനെയും ചായ കുടിക്കാൻ പോയി